അടുത്തത് ഖയാലാത്ത് വാസിക്കരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാം അല്ലെങ്കിൽ തോട്ട്സ് എഴുതാം. ഇസ് ദുനിയ കോ ഫതഹ് കർക്കെ തും ക്യാ ഹാസിൽ കർ ലൂങ്കെ, ഈ ലോകം പിടിച്ചടക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് നേടാനാണ്? കിത്നി ജാൻവറോं की കുർബാനി ദേക്കർ തും അപ്നി ഇസ്സത്ത് പൂരി കരോങ്കെ, എത്ര മൃഗങ്ങളെ ബലി കൊടുത്തിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ വാശി പൂർത്തീകരിക്കുന്നത്? ആപ്കോ ലാഷോं के अंबार क्यों नजर नहीं आते हैं, നിങ്ങളെന്താ ഈ മൃതദേഹങ്ങളുടെ കൂമ്പാരം കാണുന്നില്ലേ? മൗജൂദ ദൗർ മേ ലൈക്കോർ കെ ഇസ് കൗൽ കി അഹമിയത്ത് ക്യാ ഹെ, ഇന്നത്തെ കാലത്തെ ലൈക്കോറിൻ്റെ ഈ സന്ദേശത്തിലുള്ള പ്രാധാന്യം എന്താണ്? അപ്നെ ഖയാലാത്ത് വാസി കീജിയെ, നിങ്ങളുടെ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ജംഗ് ദോ യാ ജ്യാദ മുമാലിക് കെ ദർമിയാൻ ഹോനെ വാലെ ലഡായി കോ കഹത്തെ ഹെ, യുദ്ധം എന്ന് പറയുന്നത് രണ്ടോ അതിൽ കൂടുതൽ രാജ്യങ്ങളോ തമ്മിലുള്ള തർക്കത്തെയാണ്. ജംഗ് സെ ഹമേഷ നുക്സാൻ, യുദ്ധം കൊണ്ട് എല്ലായ്പ്പോഴും നുക്സാൻ എന്ന് പറഞ്ഞാൽ നാശവും ഓർ ബർബാദി ഹോത്തെ ഹെ, നാശനഷ്ടങ്ങൾ ഉണ്ടാവാറാണുള്ളത്. ജംഗ് മേ സിർഫ് ഫൗജ് നഹീ ബൽക്കി ആം ലോഗോം ഭി മർത്തെ ഹെ, യുദ്ധത്തിൽ സൈനികർ മാത്രമല്ല സാധാരണ ജനങ്ങളും കൊല്ലപ്പെടുന്നു. ഘറോം കി ബർബാദിയ, വീടുകൾ നശിക്കുന്നു. ഹൊരീബി, ദാരിദ്ര്യം. ഭൂക്ക്, വിശപ്പ്. ബീമാരി, രോഗങ്ങൾ. ഇതെല്ലാം യുദ്ധം കൊണ്ടുണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ്. ജംഗ് സെ കഭി അമൻ ഓർ തർക്കി നഹീ മിൽത്തെ ഹെ, യുദ്ധം കൊണ്ട് ഒരിക്കലും ശാന്തിയും സമാധാനവും വളർച്ചയും ഒന്നും തന്നെ ലഭിക്കില്ല. മർക്കസി ഖയാൽ ലിഖേ, കഹാനി സംഗീത് കാ കരിഷ്മ കെ സരിയെ ഹമേം ക്യാ പൈഗാം മിൽത്താ ഹെ, സംഗീത് കാ കരിഷ്മ എന്നുള്ള കഥയിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശം എന്താണ്? കഹാനിക്ക മർക്കസി ഖയാൽ പേഷ് കീജിയെ, കഥയുടെ കേന്ദ്ര ആശയം എഴുതാൻ, പ്രധാനപ്പെട്ട ആശയം എഴുതാനാണ്. ജംഗോं से मुल्क के लोगों को अमन और खुशहाल नहीं मिलते हैं, യുദ്ധം കൊണ്ട് രാജ്യത്തുള്ള ജനങ്ങൾക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ഒന്നും തന്നെ ലഭിക്കില്ല. ജംഗ് സെ സിർഫ് മുൽക്ക് യാ സൽത്തനത്ത് കോ വസീ കർ സക്തെ ഹെ, യുദ്ധം കൊണ്ട് രാജ്യമോ രാജഭരണമോ വലുതാക്കാൻ സാധിക്കും, പക്ഷേ അവിടെ ജനങ്ങൾക്ക് സന്തോഷമോ സമാധാനമോ കിട്ടിയെന്ന് വരില്ല. ഏക അച്ഛാ ബാദഷാ യാ ഹുക്കൂമത്ത്, ഒരു നല്ല രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി അപ്നി മുൽക്ക് കോ വസീ കർനെ സെ ജ്യാദ, തൻ്റെ രാജ്യത്തെ വലുതാക്കുന്നതിനേക്കാൾ ജ്യാദ നിഹായത്ത് കൂടുതൽ പ്രാധാന്യം വഹാം കെ ലോഗോं കെ, അവിടുത്തെ ജനങ്ങളുടെ അമൻ സമാധാനത്തിനും ഓർ ഖുഷ് ആലി സന്തോഷത്തിനും കർണ ചാഹിയെ വേണ്ടി ചെയ്യേണ്ടതുണ്ട്. കിർദാറി നോട്ട് തയ്യാർ കരേ, കഥാപാത്രങ്ങളെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാം. കിർദാറി നോട്ട് തയ്യാർ കർത്തെ വക്ത് ഇൻ ബാത്തോं കാ ഖയാൽ രഖേ, നമ്മളൊരു കഥാപാത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഹാനി മേ കിർദാർ കാ റോൾ, കഥയിൽ കഥാപാത്രത്തിനുള്ള റോള്. കിർദാർ കി ഖുസൂസിയാത്ത്, കഥാപാത്രത്തിൻ്റെ പ്രത്യേകതകൾ. പസന്ത് കർനെ കി ഉജൂഹാത്ത്, നമുക്ക് ആ കഥാപാത്രത്തെ ഇഷ്ടപ്പെടാനുള്ള സവിശേഷതകൾ. ലൈക്ക് ഓർ കഹാനി സംഗീത് കാ കരിഷ്മ കി ഏക് അഹം കിർദാർ ഹെ, ലൈക്ക് ഓർ സംഗീത് കാ കരിഷ്മ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. വ ഏക് സൂഫി ബുസർഗ് ഹെ, അദ്ദേഹം ഒരു സൂഫി ബുസർഗായിരുന്നു. ഉസ്കെ നഹ്മെ ഗാന ബഹുത് ദിൽകശ് ഹെ, അദ്ദേഹം നഹ്മകൾ പാടുന്നത് കേൾക്കാൻ നമുക്ക് മനസ്സിനും ആകർഷണം തോന്നും. വ ഏക് അച്ഛാ ഇൻസാൻ താ, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. വ അപ്നെ മുൽക്ക് കെ ലോഗോं കെ, അദ്ദേഹം തൻ്റെ രാജ്യത്തിലെ ജനങ്ങളുടെ ഖുഷ് ആലി ചാഹത്തെ തെ, സന്തോഷമായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. സൽത്തനത്ത് ഓർ മുൽക്ക് കോ വസീ കർനെ കെ ലിയെ, രാജഭരണവും രാജ്യവും വലുതാക്കാൻ വേണ്ടി. ലോഗോं കോ ഖത്തൽ കർനെ മേ, ആളുകളെ കൊല്ലുന്നതിൽ. ഉനോനെ ബാദ്ഷാ, അദ്ദേഹം രാജാവിനും ഓർ വസീർ കെ ഖിലാഫ്, മന്ത്രിക്കുമെതിരെ ആവാസ് ഉടായെ, ശബ്ദമുയർത്തി.
उन्होंने बादशाह और वजीर को अंधे कहते हैं. അദ്ദേഹം രാജാവിനെയും മന്ത്രിയെയും അന്ധന്മാർ എന്ന് വിളിക്കുന്നു. ക്യോങ്കെ എന്തുകൊണ്ടെന്നാൽ വഹു ദോനോ അവർ രണ്ടുപേരും മുൽക്കിക്കെ റുഹായാക്കെ രാജ്യത്തിലെ ജനങ്ങളുടെ ഹൊരീബി ദാരിദ്ര്യവും ഓർ തങ്ക് ദസ്തി ദുരാവസ്ഥയും യഹി ദേഖ്തേ ഹെ കാണുന്നില്ല. ഉൻകെ ബാത്തോം പർ മുതാസിർ ഹോക്കർ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ആകൃഷ്ടനായിട്ട് വസീർ അഖീം ഖാൻ പർ മന്ത്രിയായ അഖീം ഖാനിൽ തബ്ദീലിയാം ആത്തി ഹെ മാറ്റങ്ങൾ വന്നു. അടുത്തതായി വസീർ അലി അഖീം ഖാനെ കുറിച്ചാണ്, മന്ത്രിയായ അഖീം ഖാനെ കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. അഖീം ഖാൻ കഹാനി സൽത്തനത്ത് കാ കരിഷ്മാ കി ഏക് അഹം കിർദാർ ഹെ. അഖീം ഖാൻ സംഗീത് കാ കരിഷ്മ എന്നുള്ള കഥയിലെ ഏറ്റവും വളരെ പ്രധാനമുള്ള ഒരു കഥാപാത്രമാണ്. ഉനോനെ സൽത്തനത്ത് സമർക്കന്ത് കാ വസീർ ത. അദ്ദേഹം സമർക്കന്ത് എന്ന രാജ്യത്തിലെ മന്ത്രിയായിരുന്നു. വോ ബാദഷാ കെ സാത്ത് ജംഗ് കെ ലിയെ ജാത്തെ ഹെ. അദ്ദേഹം രാജാവിൻ്റെ കൂടെ യുദ്ധത്തിന് പോവുകയായിരുന്നു. രാസ്തേ മേ വഴിയിൽ സൂഫി ബുസർഗായ ലൈക്കോർ കോ മിൽത്തെ ഹെ. ലൈക്കോറിനെ കാണുന്നു. അഖീം ഖാൻ ലൈക്കോർ കെ ബാത്തോം പർ മുതാസിർ ഹോക്കർ. അഖീം ഖാൻ ലൈക്കോറിൻ്റെ വാക്കുകളിൽ സ്വാധീനിച്ച് ഉസ്കെ ദിൽ മേ തബ്ദീലിയാം ആത്തെ ഹെ. അദ്ദേഹത്തിൻ്റെ മനസ്സിലും ചിന്തയിലും മാറ്റങ്ങൾ വരുന്നു. തോ വഹു ബാദഷാ കെ സാത്ത് വാപസ് നഹീ ജാത്തെ ഹെ. അദ്ദേഹം രാജാവിൻ്റെ കൂടെ തിരിച്ചു പോകുന്നില്ല. അഖീം ഖാൻ ബഹുത് സഹീൻ തി. അഖീം ഖാൻ വളരെ ബുദ്ധിയുള്ളവനായിരുന്നു. ഇസ്ലിയെ ബാദഷാ കോ ഉസ്കെ മുഷ്വിറോं കെ ജറൂറത്ത് ഹോത്തെ തെ. രാജാവിന് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ആവശ്യമായിരുന്നു. ഇസ്ലിയെ ബാദഷാ ഉസ്കോ ആധാ സൽത്തനത്ത് ദേനെ കെ വാദാ കർത്തെ ഹെ. അതുകൊണ്ട് തന്നെ രാജാവ് അദ്ദേഹത്തിൻ്റെ രാജഭരണത്തിൻ്റെ പകുതി വസീർ അഖീം ഖാന് കൊടുക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. ലേക്കിൻ വഹ് ഇൻകാർ കർത്തെ കഹത്തെ ഹെ. വസീർ അഖീം ഖാൻ അത് നിരസിച്ചുകൊണ്ട് പറയുന്നു. കെ എന്തെന്നാൽ മേ അഭി അന്ധാ നഹീ ഹോ. ഞാനിപ്പോൾ അന്ധനല്ല, കാഴ്ചയില്ലാത്തവനല്ല. മേരി ബേനായി വാപ്പസ് ആ ഗയി ഹെ. എൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ട്.